வணக்கம் மக்களே, எல்லாரும் எப்படி இருக்கீங்களா? நல்லா இருப்பீங்கன்னு நினைக்கிறேன். நானும் நல்லா இருக்கேன். வெல்கம் பேக் டு சாவி ரியாக்ஷன். மக்களே, நம்ம இன்னைக்கு என்ன பார்க்க போறோம்னா பிரேமலு படத்தை தான் நம்ம இன்னைக்கு பார்க்க போறோம். பார்ட் 7 மக்களே. ஒன்னும் 2 பாட்டோட முடிய போகுது. இது வரைக்கும் நம்ம பார்க்கும்போது எனக்கு ரொம்ப பிடிச்சிருந்துச்சு. இதோட அடுத்தடுத்த பாட்டில் என்ன நடக்க போகுது நம்ம பார்ப்போம். அது மட்டும் இல்லை, கடைசியை நம்ம எங்கே முடிச்சிருந்தோம்னா சச்சின் இருக்காரு பாருங்க, அவர் வந்துட்டு ரேணுகிட்ட வந்து சொல்லிக்கிட்டு இருப்பாங்க அந்த ட்ரெயினில், நான் எப்படி உனக்கு பார்த்தேன் அப்படின்னு வந்து சொல்லிக்கிட்டு இருப்பாங்க. நீங்கள் பார்த்துருப்பீங்க மக்களே. அந்த கடைசியாக நம்ம அங்கே தான் முடிச்சிருந்தோம் அந்த ட்ரெயினில். இப்போ அங்கேருந்து ஆரம்பிக்க போகுது மக்களே. இதோட என்ன நடக்க போகுதுன்னு இந்த பார்ட் 7ல் பார்க்கலாம் மக்களே. இன்னும் 2 பாட்டோட முடிய போகுது. என்ன கிளைமேக்ஸில் நடக்க போகுதுன்னு நம்ம அப்படியே தொடர்ந்து நம்ம பார்த்துட்டு வரலாம். இப்போ நம்ம இந்த பார்ட் 7 பார்த்துடலாம் மக்களே. உங்க கூட சேர்ந்து பார்த்துடலாம். பார்க்குற மீனுக்கு நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கிங்க. இன்னும் நிறைய வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போது. வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்க மக்களே. இப்போ நம்ம பிரேமலு படத்தோட பார்ட் 7 பார்த்துடலாம். லெட்ஸ் கோ. സച്ചിനെ ആലു എത്തി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. എടാ താങ്ക്സ്. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. இதோட தான் நல்லா பேசுவாங்கன்னு நினைக்கிறேன். 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റിൽ ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. എത്തിട്ട് മെസ്സേജ് അയക്കട്ടാ. ബൈ ബൈ. ശരി. இந்த பாட்டை நம்ம ரியாக்ஷன் பண்ணியிருந்தோம். പാതി പാതി അമല് വന്നില്ലെങ്കിൽ സച്ചു വരണം. പിന്നെ നീ വന്നില്ലെങ്കിൽ എന്നോട് വരാനായിരിക്കും പറഞ്ഞത്. എന്നാ നീ ഇത് പിടി മോനെ. പുതിയ ഫോൺ. സച്ചിനെ മോഷണം തുടങ്ങിയ നീ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയാണ്? കാശ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ്. ഫ്രണ്ട് സോൺ. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോമ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്. അതിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഹൈദരാബാദാണ്, ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ. ഇല്ല, സമയം വൈകി പാടങ്ങിട്ട്. നിങ്ങളായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. പെട്ടെന്ന് എന്റെ ഷോക്കിലാ, ഐ മീൻ സർപ്രൈസില്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സച്ചിനെ, ഇത് അമ്മ അപ്പേ. അമ്മ ഇത് സച്ചിൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ പറയുന്നു, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട്? ഇതിപ്പോ ഹൈദരാബാദ് മൊത്തം ഉണ്ടല്ലോ. അതിന് ക്ലോസ് ആയിട്ടുള്ളവര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. അതില് വേറൊരു സൂത്രം കൂടി ഉണ്ട്. ബോംബായിരിക്കും. ചൊമ്പൊരുപ്പ
കമ്മ്യൂണിസ്റ്റ് കൊള്ളാം. അയ്യോ എനിക്കിഷ്ടായി. ബിരിയാണി ഉണ്ട്, കഴിക്കാം. ഇത് ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി വാങ്ങിയതല്ലേ, നിനക്ക് അപ്പം വേണമെങ്കിലും കഴിക്കാലോ. പുലർച്ചെ 5 മണിക്ക് ബാവർച്ചി ബിരിയാണി ഹൗസിൽ പോയി ക്യൂ നിന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതാ. അത്രയും നേരത്തെ മേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തായിട്ടുണ്ടാവില്ലടാ. പിന്നില്ലാണ്ട് ഇനി ഇതുപോലെ തോള കോമഡി പറഞ്ഞ എന്ന് പപ്പ ചുമ്മാ തമാശ. കേട്ടോ അമ്മ, ഈ റിനു കണ്ണി കണ്ട അലവലാദികൾ വാങ്ങി കൊടുക്കുന്ന ഒക്കെ കഴിക്കും, എന്നിട്ട് വയറ് കിടക്കും. ഒരു ദിവസം കാലത്ത് എനിക്കൊരു മെസ്സേജ്, ആദ്യം ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് വയറിന് സുഖമില്ല. ആ ഞാനും പാനിക്കായി പോയില്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണു. നിങ്ങളെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. അതെ അതെ. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടൗണിലൊക്കെ താമസിക്കാൻ വരണത്. ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഫുഡിന്റെ കാര്യത്തിൽ റിനുവിനെ പറഞ്ഞിട്ട് എന്തിനാ? പാപ്പയ്ക്ക് വല്ല കൺട്രോൾ ഉണ്ടോ? കണ്ടോ പപ്പ അതിന് കൈയെടുത്ത കഴിഞ്ഞ തവണ ടെസ്റ്റ് ചെയ്തപ്പോ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 190. അതുകൊണ്ട് പപ്പ നിങ്ങൾക്ക് കുറച്ച് മധുരം കഴിപ്പ് കൂടുതലാ, അതുകൊണ്ട് മാറ്റിച്ചേ. മാറ്റിക്കോ. പപ്പയുടെ എന്തായാലും പറ. അതെ അങ്കിൾ, അത് കഴിക്കണ്ട, അത് അപ്പിയ. അപ്പിന്ന് പറഞ്ഞ മോശം വസ്തു, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നടക്കും. എന്തൊട്ട് വൃത്തി കിടക്കണ ഒരു സദസ്സിൽ അവള് ചിരിച്ചല്ല, ചിരിച്ച് കളിയാക്കി ചിരിച്ചാണോ? ആദിയുടെ പേരൻസ് ഒക്കെ ബോംബെയിലാണോ? നാട്ടിലേക്കൊന്നും വരാറില്ലേ? അവരിടയ്ക്ക് വരാറുണ്ട് പപ്പ. എന്തായാലും അടുത്തവണ വരുമ്പോ ഞങ്ങൾ റീനുവിന്റെ വീട്ടിലേക്ക് വരാം. എന്തായാലും നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണല്ലോ. അതെ അതെ അതെന്നോ? ഇയാളിത് എന്തറിഞ്ഞിട്ടാണ്? ഇത് മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. ആണോ? നോക്കട്ടെ. എന്റെ അമ്മോ, ഈ ബിരിയാണി അങ്ങോട്ട് മാറ്റി വെച്ചേ. ഇന്നത്തെ സ്റ്റാർ മമ്മയുടെ ചിക്കൻ കറി തന്നെ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? ഞാനിത് മുഴുവൻ തിന്നു തീർക്കുന്നോ തോന്നുന്നു. എടേ സച്ചിൻ, വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. നിങ്ങൾ കഴിക്ക്. അതെങ്കിലും നടക്കട്ടെ. എടാ നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നേ? ഇതിന്റെ ഇടയിൽ എവിടെ ഇരിക്കാനാണ്? അല്ല, ചേര വേണ വേറെ ഉണ്ട്. അല്ല കുഴപ്പമില്ല, ഞങ്ങളിവിടെ സെറ്റാണ്. ആന്റി ഇങ്ങള് ഞങ്ങളുടെ ട്രിപ്പിന് വരണില്ലേ? ട്രിപ്പോ? എന്ത് ട്രിപ്പ്? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മളെ ഈ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഈ ഹൈദരാബാദ് മൊത്തം കറങ്ങാനാണ് പരിപാടി. പപ്പയും അമ്മയും വരണം. അയ്യോ, ഞങ്ങക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ. ആദി വീടൊക്കെ അടച്ചിട്ടിട്ട് പോകുന്നതല്ലേ? നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം? നിങ്ങൾ ഹൈദരാബാദ് കണ്ടിട്ടില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് പോയാൽ മതി. എന്നാ ഞാൻ വികാസനെ കൂടെ വിളിക്കട്ടെ. എന്റെ വുഡ് ബി. വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അദ്ദേഹം വന്നോട്ടെ. യുവർ വുഡ് ബി ഷുഡ് ബി കമ്മിങ്. ഇവരും കൂടെ വരട്ടെ അല്ലേ? ആദി അല്ലേ, വണ്ടിയിൽ സ്ഥലം ഉണ്ടാവും എന്തോ. ആദ്യമല്ലേ കുറച്ച് പോലെ പറഞ്ഞ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന്. വാട്ട് എവർ, ഏതവനൊക്കെ വന്നാലും ഇല്ലെങ്കിലും മമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല. മമ്മ, പപ്പ ഉറങ്ങായിരിക്കും അല്ലേ? വിളിക്കണോ? വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാ. ഓഫീസിൽ നിന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ ചാടിയതാ. കാർത്തിക, കം. പോട്ടെ. ആദി, എന്താ മോളെ? റീനുവിന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല, സച്ചിൻ വരെ കൊടുത്തു. സച്ചിൻ വരെ? ഇതെന്താ നമ്മളെന്താ സ്പീഡ് ആംഗുലീസോ? അയ്യോ, ഞാനിത് മറന്നല്ലേ. റീനു, തൽക്കാലം ഇത് പിടിക്കും. 10ന്റെ നോട്ടം, ഇത് വിഷുവാ. അപ്പം ഇതുവരെ അവളുടെ നാട്ടിട്ടില്ല, നോക്കി കിട്ടും. നോക്കി, ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. എവിടെ നോക്കട്ടെ? പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ടല്ലേ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്നത്. ചേട്ടാ, ഇതിന്റെ പുറകെ പോലീസ് ഒന്നും വരില്ല. നീ ഒന്ന് പോയാമല്ലേ? Adi, this is so special. I'm gonna keep this forever. It means a lot.
താങ്ക് യു. നോ പ്രോബ്ലം ഡിയർ. അയ്യോ പോട്ടെ കാണാം. ടാറ്റാ. ഓ ടാറ്റാ. ആഫ്റ്റർ യു. ആദി, യു സച്ച് എ ജെന്റിൽമാൻ. എടാ നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങളോണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേക്കുകൾ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിന്? ഇനി നടക്കപ്പോறது യുദ്ധം. റീനു, ആ? ഫോൺ കള്ളൻ പിടിയിൽ. ഹോ, എത്ര ലജ്ജാവഹം. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചോട്ടോ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയായിരിക്കില്ല. കമ്പനി ആദ്യം ഞാനിത് അവന് കൊടുത്തതാണ്. വെറുതെ അങ്ങ് അസീമ ചെയ്യണോ മോഷ്ടിച്ചേക്ക് വന്ന്? അസിംഗം വെട്ടാരെ. ജോൺ ഓഫ് കെനഡി. പിന്നെ ജേക്കെ ഒന്ന് പോയാ മതി. ട്രിപ്പിന്റെ മൂഡ് കളയാൻ വേണ്ടി. അസിംഗം വെട്ടാ. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയ അപൂർവം ചില നിമിഷങ്ങളുണ്ട്. സച്ചിൻ, സോറി. Come on guys, let's go up. Renu, they're drinking. എവിടെ? ആദ്യം എന്താ? ആദ്യം ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കണ്ടൊരിക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM-ൽ നിന്നളിയെ ചായ പാനി തപ്പില്ല റോട്ടരികെ പഞ്ചാരി കൊട്ടില്ല കാതരികെ പ്രേമിക്കൂടൂ നീ സുമ്മഹായ് തരികെ. കൊച്ചുകുട്ടികളെ കുഞ്ചിക്കുന്ന പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും. കൊച്ചിനെ തട്ടി തോളക്കേറ്റ്, കൊച്ചിനെ തട്ടി തോളക്കേറ്റാൻ. കൊച്ചിനോ പിച്ചി. ആദ്യം എന്താണ് രാവിലെ തുടങ്ങിയുള്ള പിച്ചി മാതി എന്നൊക്കെ പറഞ്ഞിട്ട്? ഞാൻ പറയുന്നതല്ലേ ഇപ്പൊ കുഴപ്പം. കട്ടെടുക്കും തുട്ടുകളെ മൊത്തത്തില് മണ്ട വലിക്കുത്. Adi, whenever you're planning for a trip next time, make sure Amal and Sachin are a part of it, okay? ഇവന്മാരൊക്കെ പോക്ക് പോകുന്നുണ്ട്. ഒരു ഒടുക്കത്തെ പോക്ക്. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തോന്നാടാ അത്? എന്തേ? റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. അല്ല അത് പെട്ടെന്ന് ചെയ്തപ്പോ. എടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്, നാളെ നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയത് റെഡിയാക്കാം. ഓ, ഒരുമിച്ച് പോവാം. നിങ്ങക്ക് ഓംലെറ്റ് ഇഷ്ടല്ലേ? ആ മതി. ചിക്കിപ്പൊരിച്ചാ മതി. പിന്നെ ഇത് ഹോട്ടലാണല്ലോ. പ്രേമം കൊടുമ്പിരിക്കൊണ്ടിരിക്കാണ്ട് അവൾക്ക്. പോടാ. പിന്നല്ലാണ്ട് മറ്റവൻ ആദി ഏതാണ്ട് ഒതുങ്ങിയ മട്ട. അതുകൊണ്ട് ഇനി ഒരു സാഹചര്യവും സമയവും കിട്ടിയ നീ അവളോട് കാര്യം പറഞ്ഞു. പോടാ, അത് ശരിയാവൂല. എന്താണ് പറയാനുള്ളപ്പാ?
ഇതാണ് റെസ്യൂമെ. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. നീ മാർച്ചാണല്ലേ? അപ്പൊ നീ ചേച്ചിന്ന് വിളിക്കണല്ലോ. ഞാൻ സെപ്റ്റംബറാ, 98 മോഡൽ. അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? ഒരു വയസ്സ് കൂടെ. നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ എന്താ നോക്കണ? അൺമാരീഡ്. എനിക്കറിയോ നിനക്ക് നാട്ടില് ഭാര്യയും പിള്ളേരും. അതെന്താടി അങ്ങനെ ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരെ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെ? പെണ്ണിന്റെ അച്ഛൻ്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. ഓ ഐ സി. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ടെന്തോ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസൽ ആണ്. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഓക്കെ, കൊറേ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ? സച്ചിനെ കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്ന കോമഡി ആയിട്ടാണോ ഒന്ന്? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എന്റെ കയ്യില്. നടക്കില്ല സച്ചിനെ. എനിക്ക് ഫോൺ തരണം, എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം, നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണം. ഇപ്പതേ എനിക്ക് CV റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടു നടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ യോഗ്യരായിട്ടുള്ള പലരുമോ? പലരും അല്ല, ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റിയാണ്. ബെസ്റ്റി? കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം കാണിക്കത്തില്ല. അല്ല, ഇപ്പൊ പൈസ ആരും കൊടുക്കും? कितना है? 50 नहीं है, केरला में 10 को मिलेगा. అలా అయితే కేరళలో వెళ్ళి తీసుకోపో. നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിന് കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. ഇതല്ലോ ഇതിരകോ സച്ചിനെ എടോ, നിങ്ങളോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ തന്റെ ബാത്റൂമിലില്ല ടെറസിലോ പോരുന്ന് വലിക്കാനായിട്ട്. എടി, നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മരിച്ചെന്ന് വിചാരിച്ചോ? ഇനി എത്ര നേരം എടുക്കുന്ന ഇതിനകത്ത് മണമൊന്നും മാറാനായിട്ട്. വലിയ ലോകമൊക്കെ ചുറ്റിക്കറിയിട്ടുണ്ട്. എന്തിനോ എന്തോ വകതിരെന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്തിത് മുകളിൽ പോയി വലിക്ക്. ഞാൻ ഇപ്പൊ വരാം. ഡി റീനു, மக்களே நம்ம இதோட முடிச்சுக்குவோம் மக்களே. பட் 7 இது வரைக்கும் என்ன நடந்துச்சு நீங்களும் பார்த்துருப்பீங்க. சச்சின் வந்துட்டு ரேணு கிட்ட வந்துட்டு லவ் வந்து சொல்லிட்டாரு மக்களே. அதுக்கு ரேணு வந்து என்ன சொல்லியிருப்பாங்கன்னா முடியாதுன்னு வந்து சொல்லிட்டாங்க மக்களே. நோ, இதுதான் நடக்குன்னு நினைச்சேன் அப்பயே. அதே மாதிரி நடந்துருச்சு. அவங்க திருப்பரம் எப்படி வந்து சேரப்பாருன்னு தெரியல மக்களே. அதை கேட்டோட இவருக்கு சச்சின் வந்து கோவம் பட்டு போயிட்டாரு. நீங்க பார்த்துருப்பீங்க. அதையும் வந்துட்டு வெட்டன் லிஸ்ட்டில் தான் இருக்காங்க அவங்ககிட்ட சொல்றதுக்கு. அதுக்கு ரேணு வந்து சொல்லியிருப்பாங்க அதெல்லாம் இல்லை, அவன் வந்து பெஸ்டி தான் அப்படின்னு வந்து சொல்லியிருப்பாங்க பாருங்க. வேற மாதிரி அவர் உண்மையில அப்படிதான் இருக்காரு, வெயிட் பண்றாரு லவ் சொல்றதுக்கு. அதனாலதான் வந்துட்டு அவன் ரேணுவோட அம்மா அப்பாவை வந்துட்டு நல்லா பாத்துக்கிறது அதெல்லாம் செஞ்சுக்கிட்டு இருந்தாங்க. நீங்க பார்த்துருப்பீங்க. அது மட்டும் இல்லை, இவங்க எல்லாரும் வந்துட்டு அந்த ட்ரிப்பு போவாங்க பாருங்க. வேற லெவலில் இருந்துச்சு அந்த ட்ரிப்பு.
அதில் வந்துட்டு அமல் டேவிஸும் அப்புறம் வந்துட்டு சச்சினும் தான் வந்துட்டு வேற லெவல் சம்பவம் பண்ணாங்க. அது என்னன்னா ரேணுவோட அந்த பாஸ்ன்னு நினைக்கிறேன். பாஸ் வந்துட்டு திருப்பூரம் எங்கே ட்ரிப்பு போனாலும் இவங்க 2 பேர்த்தையும் வந்து கூட்டிகிட்டு போகணும்னு சொல்லுவாங்க பாருங்க. வேற லெவல் ஃபன் பண்ணிட்டாங்க. இதோட என்ன நடக்க போகுதுன்னு இந்த பட் 8ல் பார்ப்போம் மக்களே. ஆனால் சொல்லிட்டாரு பாருங்க, அது அழகாக வந்து சொல்லிட்டாரு பார்த்தீங்களா. வந்துட்டு அதுக்கு வந்துட்டு ரேணு வந்து நோன்னு சொல்லிட்டாங்க. அது என்ன நடக்க போகுது வெயிட் பண்ணி பார்ப்போம் மக்களே. அவ்வளோதான் இந்த ரியாக்ஷன். உங்களுக்கு இந்த ரியாக்ஷன் பிடிச்சிருந்துச்சுன்னா மறக்காம நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கோங்க. ஒன்று வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போ வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்க. அடுத்த பாய் மக்களே. Live